ശാരദ ചിട്ടി തട്ടിപ്പ് കേസിൽ മമതയ്ക്ക് തിരിച്ചടി. കൊൽക്കത്ത കമ്മീഷണർ സിബിഐക്ക് മുമ്പാകെ ഹാജരാകണമെന്ന് സുപ്രീം കോടതി. മമതയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോര് മൂന്നാം ദിവസത്തിലേക്ക്. വിശദാംശങ്ങൾ നൽകാൻ ശരത് ചേരുകയാണ്. ശരത്, മമതാ ബാനർജിക്ക് തിരിച്ചടിയാകുന്ന വിധി എന്ന് പറയുമ്പോൾ പോലും പോലീസ് കമ്മീഷണർ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള മാനദണ്ഡങ്ങൾ സുപ്രീം കോടതി വിധിച്ചിരിക്കുമ്പോൾ ഈ ഒരു വിധിയുടെ സമഗ്രമായ വിശദാംശങ്ങൾ. ക്രിസ്റ്റീൻ, സിബിഐ അന്വേഷണത്തിൽ നിന്നും കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാറിനെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനമായും മമതാ ബാനർജി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ മമതാ ബാനർജിക്ക് ഒരു തിരിച്ചടി തന്നെയാണ് ഈ ഒരു വിധിയിലൂടെ ഇപ്പോൾ സുപ്രീം കോടതി വിധിയിലൂടെ ഉണ്ടായിരിക്കുന്നത്. രാജീവ് കുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ നിഷ്പക്ഷമായ ഒരു സ്ഥലം എന്നുള്ള നിലയിൽ ഷില്ലോങ്ങിൽ വേണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഉത്തരവും സുപ്രീം കോടതി പുറത്തിറക്കിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ചോദ്യം ചെയ്യലിന്റെയും അതുപോലെ തന്നെ അന്വേഷണത്തിന്റെയും ഭാഗമായി അറസ്റ്റോ ബലപ്രയോഗമോ രാജീവ് കുമാറിനെതിരെ പാടില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ സുപ്രീം കോടതിയിൽ വാദം നടന്ന സമയത്ത് ബംഗാളിൽ ക്രമസമാധാനം തകർന്നിരിക്കുകയാണ് എന്നും കേന്ദ്ര പോലീസിനെ സംസ്ഥാന പോലീസ് ആക്രമിച്ചുവെന്നും രാജീവ് കുമാർ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം പ്രതികൾക്ക് തിരിച്ചു നൽകി. അതുപോലെ പിടിച്ചെടുത്ത ലാപ്ടോപ്പുകളും മൊബൈൽ ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല, കോൾ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് സിബിഐക്ക് വേണ്ടി ഹാജരായിട്ടുണ്ടായ അറ്റോർണി ജനറൽ വാദിച്ചത്. അതേസമയം കേസിൽ രാജീവ് കുമാർ പ്രതിയല്ല, മറിച്ച് അന്വേഷണം നടത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നും ഇതിന്റെ പേരിൽ നിരവധി നോട്ടീസുകൾ അയച്ചുകൊണ്ട് സിബിഐ രാജീവ് കുമാറിനെ അപമാനിക്കാൻ ശ്രമിക്കുകയാണ് എന്നും കേസിൽ സിബിഐക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സാഹചര്യത്തിൽ സിബിഐ നാടകീയമായ നീക്കങ്ങൾ നടത്തിയത് എന്നും സിബിഐ ബംഗാൾ സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വിയും സുപ്രീം കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. ഏതായാലും പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് സിബിഐ സുപ്രീം കോടതിയുടെ മുന്നിൽ പ്രയർ എന്നുള്ള നിലയിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലൊന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ രാജീവ് കുമാറിനോട് നിർദ്ദേശിക്കണമെന്നുള്ളതും അതുപോലെ തന്നെ ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം സിബിഐ അന്വേഷണം നടത്തുന്നതിനാൽ തന്നെ സിബിഐ അന്വേഷണം സർക്കാർ സംവിധാനങ്ങൾ, ബംഗാളിലെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങൾ അട്ടിമറിക്കാൻ നോക്കിയതിനാൽ കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോകണം. ഈ രണ്ട് പ്രയറുകളായിരുന്നു സിബിഐ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആദ്യത്തെ പ്രയറിൽ ഒരു പരിധിവരെ അനുകൂലമായി തന്നെയാണ് സിബിഐക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതേസമയം മറ്റ് കോടതിയലക്ഷ്യ നടപടികൾ ഈ DGP-ക്കെതിരെയും അതുപോലെ തന്നെ കൽക്കത്ത പോലീസ് കമ്മീഷണർക്കെതിരെയും ചീഫ് സെക്രട്ടറിക്കെതിരെയും ഇപ്പോൾ ഉടനടി തന്നെ കേസ് അത്തരത്തിൽ പരിഗണിക്കാനാകില്ല, മറിച്ച് ഇവർക്ക് നോട്ടീസ് അയക്കാൻ വേണ്ടിയാണ് സുപ്രീം കോടതി തീരുമാനിച്ചത്. ഫെബ്രുവരി 18-നകം കോടതിയലക്ഷ്യ ഹർജിയിന്മേലുള്ള നോട്ടീസിൽ ഈ 3 പേരും മറുപടി നൽകണം. ഈ മറുപടിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരെ കോടതി ഫെബ്രുവരി 20-ന് വീണ്ടും കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ വിളിച്ചു വരുത്തണമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ മമത അതുപോലെ കേന്ദ്ര സർക്കാർ തമ്മിലുള്ള ഏറ്റുമുട്ടലിലെ ജുഡീഷ്യറിയുടെ നിർണായകമായ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ വിധി ധാർമ്മികമായ വിജയമാണ് തങ്ങൾക്ക് എന്നുള്ളതായിരുന്നു വിധിയെക്കുറിച്ചുള്ള തീർച്ചയായിട്ടും ശരത്, അത് തന്നെയാണ് ഈ ഒരു വിധി ധാർമ്മിക വിജയം തന്നെയെന്ന് മമതാ ബാനർജി പറയുമ്പോഴും അവർ വ്യക്തമാക്കുന്നുണ്ട്. താൻ ഒറ്റയ്ക്കല്ല, സമരവേദിയിൽ ചന്ദ്രബാബു നായിഡു ഉണ്ട്, അതോടൊപ്പം തന്നെ നവീൻ പട്നായിക്കുമായിട്ട് കൂടിയാലോചന നടത്തും എന്നെല്ലാം അവർ വ്യക്തമാക്കുമ്പോൾ ഇനിയും ഉറച്ച നിലയിൽ തന്നെ പോരാടാനുള്ള ഒരു തുറന്ന വെല്ലുവിളി എന്ന് തന്നെ കരുതാം. അതുകൊണ്ട് തന്നെ ഇനി പ്രതിപക്ഷ നിരയിൽ ഏത് തരത്തിലുള്ള കൂടിയാലോചനകളാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത് എന്നതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തതകൾ ലഭ്യമാവുന്നുണ്ടോ? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മമതാ ബാനർജി കൃത്യമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് പൂർണ്ണമായും തൃണമൂൽ സർക്കാരിന്റെ പിന്തുണയിൽ തന്നെ നടന്നിട്ടുള്ള സംഭവമാണ് ശാരദാ ചിട്ടി തട്ടിപ്പ് കേസ്. ആ രീതിയിലുള്ള അഴിമതി നടത്തിയത് തൃണമൂലിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെയാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്ന് ആരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ ഒരു ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായി BJP-ക്കെതിരായ ഒരു ആയുധം എന്നുള്ള നിലയിൽ പ്രതിപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ ഒഴികെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ എങ്ങനെയെങ്കിലും മമതാ ബാനർജി തനിക്കൊപ്പം അണിനിരത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ വളർച്ച മമതാ ബാനർജി ലക്ഷ്യമിടുന്നുണ്ട്. അത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട നേതൃപദവിയിലേക്ക് ഉയരണമെന്ന് ആഗ്രഹിക്കുകയും അതിന്റെ ഭാഗമായി നടത്തുന്ന കരുനീക്കങ്ങളും ഒരു ഭാഗത്ത് മമതാ ബാനർജി തുടരുകയാണ്. ആ രീതിയിൽ രാഷ്ട്രീയമായ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അതായത് ബംഗാൾ സർക്കാരിനെതിരായി
ബംഗാളിനെതിരായി ഒരു വലിയ കടന്നാക്രമണം തന്നെ നടത്തുന്നു എന്നുള്ള രീതിയിൽ ബംഗാൾ വികാരം ഉണ്ടാക്കിക്കൊണ്ട് അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള നീക്കം തന്നെ മമതാ ബാനർജി തുടരുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് പല പ്രതിപക്ഷ പാർട്ടികളുടെയും പിന്തുണ മമതാ ബാനർജി തേടുന്നതും അതുപോലെ തന്നെ മമതാ ബാനർജിക്ക് പല പ്രതിപക്ഷ പാർട്ടികളും പിന്തുണയും നൽകുന്നത്. ഇവയൊക്കെ തന്നെയാണ് ഈ രീതിയിലാണ് രാഷ്ട്രീയ നീക്കം മമതാ ബാനർജിയുടേത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ BJP സംബന്ധിച്ചിടത്തോളവും തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളവും ശാരദാ ചിട്ടി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഈ സത്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ, അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഈ രണ്ട് പാർട്ടികളും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. വ്യക്തമാണ് ശരത്. ശാരദ ചിട്ടി തട്ടിപ്പ് കേസിൽ മമതയ്ക്ക് സുപ്രീം കോടതിയുടെ വിധി തിരിച്ചടിയാകുന്നു. കൊൽക്കത്ത കമ്മീഷണർ CBIക്ക് മുമ്പാകെ ഹാജരാകണമെന്ന് സുപ്രീം കോടതി വിധിച്ചു. അതേസമയം മമതയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള പോര് മൂന്നാം ദിവസവും തുടരുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് ശരത്താണ്. പശ്ചിമ ബംഗാൾ വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും 2 മണിവരെ നിർത്തിവെച്ചു. വിശദാംശങ്ങൾ നൽകാൻ സന്തോഷ് സർലിംഗ് ചേരുകയാണ്. സന്തോഷ്, പശ്ചിമ ബംഗാളിലെ ഭരണ പ്രതിസന്ധി അടക്കം സുപ്രീം കോടതിയിൽ എത്തി നിന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്ന സാഹചര്യം ഏത് തരത്തിലാണ് ഈ ഒരു ഭരണ പ്രതിസന്ധി, കൊൽക്കത്ത വിഷയം ഇരു സഭകളെയും ബാധിച്ചിരിക്കുന്നത്, അതിന്റെ പ്രതിഫലനങ്ങൾ ഏത് തരത്തിലാണ്? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, സുപ്രീം കോടതി വിധി ഇരുപക്ഷവും ഇന്ന് അവകാശപ്പെടുന്നത് തങ്ങളുടെ ധാർമ്മിക വിജയമെന്നാണ്. പാർലമെന്റിൽ ഇപ്പോൾ കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് മാധ്യമങ്ങളെ കണ്ടു. ഇത് മമതാ ബാനർജിക്ക് ഏറ്റ തിരിച്ചടിയാണ് എന്നും തങ്ങളുടെ വിജയമാണ് എന്നും ആവർത്തിച്ചു. പക്ഷെ പാർലമെന്റ് സഭയ്ക്കുള്ളിൽ അതായിരുന്നില്ല. പ്രതിപക്ഷം പ്രതിപക്ഷം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് തന്നെ ഇരുസഭകളിലും ഒരുങ്ങി തന്നെയാണ് എത്തിയത്. രാവിലെ സഭ ആരംഭിച്ചപ്പോൾ തന്നെ തൃണമൂൽ കോൺഗ്രസ് എംപിമാരുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ എംപിമാർ ഒന്നരംഗ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി. ഇതേ തുടർന്ന് ലോക്സഭ 12 മണിവരെയും രാജ്യസഭ 2 മണിവരെയും നിർത്തിവെച്ചു. പിന്നീട് 12 മണിക്ക് ലോക്സഭ ആരംഭിച്ചത് ശൂന്യവേളയാണ്. ശൂന്യവേളയിൽ പല എംപിമാരും ഈ ബംഗാൾ വിഷയം അടക്കം എടുത്തിട്ട്, പക്ഷെ അപ്പോഴും CBI മുർദാബാദ് വിളികളുമായി തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അല്പസമയം ശൂന്യവേള കടന്നുപോയി. ഇതിനിടയിൽ ശശി തരൂർ MP ശബരിമല വിഷയം ചർച്ചയ്ക്കിട്ടു. ഇതിന് നിയമപരമായി പാർലമെന്ററി ജനാധിപത്യം കൊണ്ട് എന്തെങ്കിലും വഴികൾ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മറ്റു BJD ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഹിന്ദു വിഭാഗത്തിൽപ്പെടാത്ത പലരും ഇന്നത്തില്ല എന്നൊരു ആക്ഷേപം പൊതുമധ്യത്തിലുണ്ടായി. ശബരിമലയുമായി ബന്ധപ്പെട്ട് ആയിരുന്നുകൊണ്ട് അന്ന് ഹിന്ദുക്കൾ മാത്രമേ അന്നത്തെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ള സത്യം തന്നെയാണ്. അഹിന്ദുക്കളായ മുസ്ലിം ആയാലും ക്രിസ്ത്യൻ സമുദായത്തിലായാലും അവരുടെ എല്ലാം തന്നെ അവരുടെ പ്രവർത്തനങ്ങൾ നവോത്ഥാനത്തിന് വേണ്ടി കേരളത്തിന് വിലപ്പെട്ട സംഭാവനകൾ അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവും ബോധ്യവും ഈ കമ്മിറ്റിക്ക് നല്ലതുപോലെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹോദര സമുദായ നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്ത് മുസ്ലിം സമുദായത്തിൻ്റെയും ക്രിസ്ത്യൻ സമുദായത്തിൻ്റെയും പ്രഗത്ഭരായ മതപണ്ഡിതന്മാരും ബിഷപ്പ് തിരുമേനിമാരും ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മ ഇന്നുണ്ടായി. ഈ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കേണ്ടത് കേരളത്തിൽ ഇന്ന് മറ്റെന്നത്തേക്കാളും അനിവാര്യമാണ് എന്നുള്ളൊരു തീരുമാനവും ഞങ്ങൾ കൂട്ടായി എടുക്കുകയും ഇതെന്നും നിലനിർത്തിക്കൊണ്ടുപോയി കേരളത്തെ ഏകോദര സഹോദര ഭാവേന ഒരുപക്ഷെ കഴിഞ്ഞ കാലത്ത് നടന്ന പ്രളയകാലത്ത് എല്ലാ മനുഷ്യരും ഒന്നായി ജാതി മത വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നായി നിന്ന ഒരു കാലാവസ്ഥ, ഒരനുഭവം കേരളത്തിൽ എല്ലാവരും കണ്ടു. ആ ഒരവസ്ഥയിലേക്ക് പ്രളയം ഇല്ലാത്തതാണെങ്കിൽ പോലും വലിയൊരു പ്രളയം വരാനുള്ള മറ്റൊരു രീതിയിലുള്ള പ്രളയം ഈ രാജ്യത്ത് വർഗീയത പ്രളയം വരാനുള്ള സാധ്യത വളരെ തെളിഞ്ഞു വന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ വർഗീയത ഇല്ലാതെ ആക്കി എല്ലാം സഹോദരരെന്നുള്ള ചിന്തയോടുകൂടി പ്രവർത്തിക്കുവാൻ നവോത്ഥാന മൂല്യങ്ങളെ കൂടുതൽ ഉയർത്തിപ്പിടിച്ച് താഴെത്തട്ടിൽ തൊട്ട് കോളേജ് തലങ്ങളിലും സ്കൂൾ തലങ്ങളിലും വരെ കൊണ്ടുവരാനും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനും അങ്ങനെ പല നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും എല്ലാം
ഇന്നത്തെ സദസ്സിൽ നിന്ന് പ്രത്യേകിച്ചുണ്ടായി. കാരണം ഈ രംഗത്തെല്ലാം വളരെ പ്രഗത്ഭരായ മിടുക്കന്മാരായ പല മാന്യ വ്യക്തികളും ഇന്നത്തെ സമ്മേളനത്തിൽ സംബന്ധിച്ചുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അവരിതെല്ലാം വിലപ്പെട്ട ചില നിർദ്ദേശങ്ങളെല്ലാം ഉണ്ടായി. അതെല്ലാം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുകയും ജില്ലാതലത്തിലുള്ള കമ്മിറ്റികളും അതിനുശേഷം ഓരോ ജില്ലകളിലും വിവിധ ദിവസങ്ങളിലായിട്ട് വലിയ സംഗമങ്ങൾ, സമ്മേളനങ്ങൾ, രാഷ്ട്രീയത്തിനതീതമായി ഈ മൂല്യങ്ങൾ ഉയർത്തിപ്പെടുത്തുന്ന സമുദായങ്ങളിലെ പ്രവർത്തകരെ മുൻനിർത്തിക്കൊണ്ട് സമ്മേളനങ്ങൾ നടത്തുക എന്ന തീരുമാനം കൂടെ എടുത്താണ് തൽക്കാലം പിരിഞ്ഞിരിക്കുന്നത്. അടുത്ത 11-ാം തീയതി വീണ്ടും ഇതിൻ്റെ ജനറൽ ബോഡി കൂടുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു സമിതി രൂപീകൃതമായ ഘട്ടം നിങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. അത് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടാണ് അന്ന് രൂപീകരിച്ചത്. പിന്നീട് വനിതാ മതിൽ ക്യാമ്പയിൻ വന്നു ജനുവരി മാസം 1-ാം തീയതി. അന്നൊക്കെ ഉയർന്നു കേട്ട ഒരു ആക്ഷേപം ഇത് വർഗീയ ധ്രുവീകരണത്തിനുള്ള ഒരു പരിശ്രമമാണ് എന്നുള്ള ആക്ഷേപമാണ് വന്നത്. പക്ഷെ 1-ാം തീയതിക്ക് ശേഷം, വനിതാ മതിലിന് ശേഷം ഈ സമിതി വിപുലീകരിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. മതേതര സ്വഭാവത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാന മുന്നേറ്റത്തിൽ പങ്കുവഹിച്ച എല്ലാ വിഭാഗങ്ങളെയും അത്തരം സംഘടനകളെയും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഇത് വിപുലീകരിക്കും എന്ന് പ്രഖ്യാപിച്ചു. അതാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ആത്മീയ രംഗത്തെ പണ്ഡിത ശ്രേഷ്ഠന്മാരും അതുപോലെ തന്നെ പിതാക്കന്മാരും ഇന്ന് ഈ സമിതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതൊരു പെർമനന്റ് ബോഡിയായിട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വന്നിട്ടുള്ള ഇവിടെ ഞാൻ സൂചിപ്പിച്ച മഹത് വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ സംസ്ഥാന നിർവാഹക സമിതിയിലേക്ക് വരും. 11-ാം തീയതി, ഫെബ്രുവരി മാസം 11-ാം തീയതി 3 മണിക്ക് ഇതിൻ്റെ സംസ്ഥാന സ്റ്റേറ്റ് കമ്മിറ്റി ഇവിടെ തന്നെ ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ വെച്ച് ഇപ്പോൾ ഒരു 9-അംഗ സെക്രട്ടേറിയറ്റാണ് ഇതിന് നിലവിലുള്ളത്. ആ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് പങ്കെടുത്ത പ്രമുഖരെ കൂടി ആ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവരും. അതാണ് ഇന്നെടുത്ത തീരുമാനം. പിന്നെ മറ്റൊന്ന്, ഫെബ്രുവരി മാസം 12-ാം തീയതി മുതൽ 15-ാം തീയതി വരെ സംസ്ഥാന ഘടനയ്ക്ക് അനുസൃതമായി ജില്ലാതലത്തിൽ ഇതിൻ്റെ സമിതികൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, മാർച്ച് മാസം 10 മുതൽ 15 വരെയുള്ള തീയതികളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും വലിയ ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ നവോത്ഥാന മൂല്യങ്ങളുടെ മൂല്യ സംരക്ഷണത്തിന്റെ സന്ദേശം ബഹുജനങ്ങളിൽ എത്തിക്കുന്നതിനും ഇന്ന് എല്ലാ വിഭാഗീയ ചിന്താഗതികൾക്കും അതീതമായി മാനവികതയെയും അതുപോലെ തന്നെ മതേതരത്വത്തെയും ഒക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സമിതി ഈ സന്ദേശം നാടിന് മുൻപാകെ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ബഹുജന കൂട്ടായ്മകൾ 10-ാം തീയതി മുതൽ മാർച്ച് 10 മുതൽ 15 വരെ കേരളത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഇതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, ഒന്ന് റൈറ്റ് റവറൻ ഡോക്ടർ എ ധർമ്മരാജ് റസ്ലാം. അദ്ദേഹം CSI സൗത്ത് കേരള ഡയോസിസിന്റെ ബിഷപ്പാണ്. മറ്റൊന്ന്, ഇപ്പോൾ ധർമ്മരാജ് തിരുവനി ഇപ്പോൾ പുറത്തേക്ക് പോയി. ഇപ്പൊ വേദിയിലുള്ളത് ബിഷപ്പ് ഡോക്ടർ ഗബ്രിയൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പൊലിത്ത. അദ്ദേഹം ഓർത്തഡോക്സ് ചർച്ചിന്റെ തിരുവനന്തപുരം ഡയോസിസിന്റെ ഭദ്രാസനാധിപനാണ് അദ്ദേഹം. മറ്റൊന്ന്, വേദിയിലുള്ള ശ്രീ ഷാജി ജോർജ്. അദ്ദേഹം വൈസ് പ്രസിഡന്റ്, കേരള റീജിയണൽ ലാറ്റിൻ ക്രിസ്ത്യൻ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റാണ്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശ്രീ യൂജിൻ പെരേര പിതാവ് ഇവിടെയുണ്ട്. സൂസഭാഗ്യം തിരുമേനിയുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നീട് ശ്രീ സയ്യിദലവി ബാഫക്കി തങ്ങൾ മതപണ്ഡിതനാണ്. അതുപോലെ തന്നെ MESന്റെ പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ, അദ്ദേഹം ഇവിടെ വേദിയിലുണ്ട്. പിന്നെ ശ്രീ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി അതെവിടെയുണ്ട്. പിന്നീട്
കടക്കൽ അബ്ദുൽ അസീസ് മൗലവി, കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. ഉസ്താദും വേദിയിലുണ്ട്. അതുപോലെ തന്നെ ശ്രീ ഹുസൈൻ മടവൂർ, KNM എന്റെ വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹം വേദിയിലുണ്ട്. പിന്നെ ശ്രീ ഒ അബ്ദുൾ റഹ്മാൻ സാഹിബ് ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമിയുടെ സാരഥിയാണ്, മാധ്യമത്തിന്റെ സാരഥിയാണ്. അഡ്വക്കേറ്റ് KP മുഹമ്മദ്. പിന്നീട് ശ്രീ അബ്ദുൽ ഹക്കീം ഫൈസി ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രീ M മുഹമ്മദ് കുട്ടി മദനി എടവന, ശ്രീ M അഹമ്മദ് കുട്ടി മദനി എടവന, അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പിന്നെ ഡോക്ടർ അബ്ദുൽ സലാം, KNM SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ക്രിസ്ത്യൻ മുസ്ലിം സമുദായത്തിലെ മതപണ്ഡിതന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള മുന്നേറ്റം കേരളത്തിൽ ഇപ്പോൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഇന്നത്തെ യോഗത്തിൽ ഉരുത്തിരിഞ്ഞതെന്നും ഫെബ്രുവരി 11 ഇനിയും ജനറൽ ബോഡി യോഗം വീണ്ടും ചേരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വ്യോമസേന കേരളത്തിന് ബിൽ നൽകിയെന്ന കേന്ദ്രം. 102.6 കോടി രൂപ വരുന്ന ബില്ലാണ് കേരളം കേന്ദ്രത്തിന് നൽകിയത്. നാവികസേനയുടെ ബില്ലും തയ്യാറാകുന്നതായും കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. ഓഗസ്റ്റിൽ കേരളത്തെ തകർത്ത പ്രളയത്തിൽ സഹായിച്ചതിന് കണക്കു പറയുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വ്യോമസേനയുടെ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചതിന് 102.6 കോടി രൂപ വേണമെന്ന് കേന്ദ്രം. ഇതിന്റെ ബിൽ വ്യോമസേന കേരളത്തിന് നൽകിയെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി സുഭാഷ് ബംബ്ര രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു. വിശദമായ വിവരങ്ങളും ബില്ലിലുണ്ട്. പ്രളയ സമയത്ത് 517 തവണ വ്യോമസേന വിമാനങ്ങൾ ഉയർന്നു പൊങ്ങി. 3787 പേരെ രക്ഷിച്ചു. 1350 ടൺ വിതരണം ചെയ്തു. ഹെലികോപ്റ്ററിന്റെ കണക്കുമുണ്ട്. 634 തവണയാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. 584 പേരെ രക്ഷിക്കുകയും 247 ടൺ സാധനങ്ങൾ ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവുകയും ചെയ്തു. ജീവൻ രക്ഷിച്ച അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തതിനാണ് ബിൽ. ആർമിയും നാവികസേനയും സമാനമായ ബില്ലുകൾ തയ്യാറാക്കുന്നതായും ആഭ്യന്തര സഹമന്ത്രി വ്യക്തമാക്കി. നേരത്തെ പ്രളയ സമയത്ത് നൽകിയ അരിക്കും മണ്ണെണ്ണയ്ക്കും കേന്ദ്ര ഭക്ഷ്യമന്ത്രാലയം കണക്ക് പറഞ്ഞ് ബിൽ നൽകിയിരുന്നു. വിദേശ സഹായം കേരളത്തിന് ലഭിക്കുന്നത് കേന്ദ്രം തടഞ്ഞതും ഏറെ വിവാദമായിരുന്നു. പ്രളയ ദുരിതാശ്വാസത്തിനായി സ്വന്തം നിലയ്ക്ക് വിഭവസമാഹരണം നടത്തുന്ന കേരളത്തിന് വൻ ബാധ്യതയുണ്ടാക്കുന്നതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ബില്ലുകൾ. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. ശബരിമലയിലെത്തുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചുകീറി ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും മറ്റൊരു ഭാഗം ഡൽഹിയിലേക്കും അയക്കണമെന്നായിരുന്നു കൊല്ലം തുളസിയുടെ വിവാദ പരാമർശം. തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നതിനിടെ പോലീസ് സ്റ്റേഷന് മുൻപിൽ തടിച്ചുകൂടിയവർ കൂക്കി വിളിച്ചു. രാവിലെ 9 മണിയോടെയാണ് അഭിഭാഷകനൊപ്പം കൊല്ലം തുളസി ചവറ CI ചന്ദ്രദാസിന് മുന്നിൽ ഹാജരായത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി നീണ്ടകര ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ സ്റ്റുഡിയോയിൽ കൊല്ലം തുളസിയുടെ ശബ്ദരേഖ റെക്കോർഡ് ചെയ്യുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്തു. സ്ത്രീകൾക്കെതിരെ വിവാദ പരാമർശം നടത്തിയ കൊല്ലം തുളസി ചവറ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള നയിച്ച ശബരിമല സംരക്ഷണ ജാഥയ്ക്ക് സ്വീകരണം നൽകാനായി ചവറയിൽ സംഘടിപ്പിച്ച യോഗത്തിലാണ് കൊല്ലം തുളസി സ്ത്രീ സമൂഹത്തിന് അപമാനകരമായ രീതിയിൽ പ്രസംഗം നടത്തിയത്. ശബരിമലയിലെത്തുന്ന സ്ത്രീകളെ രണ്ടായി വലിച്ചു കീറി ഒരു ഭാഗം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും ഒരു ഭാഗം ഡൽഹിയിലേക്കും അയക്കണമെന്നായിരുന്നു കൊല്ലം തുളസിയുടെ പരാമർശം. കൊല്ലം തുളസിക്കെതിരെ DYFI ചവറ ബ്ലോക്ക് കമ്മിറ്റിയാണ് പോലീസിൽ പരാതി നൽകിയത്. കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി എത്രയും വേഗം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയതിൽ തന്ത്രിയുടെ വിശദീകരണം തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ പറഞ്ഞു. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം വിശദീകരണം പരിശോധിക്കുമെന്നും പത്മകുമാർ വ്യക്തമാക്കി. അതെ, മാധ്യമങ്ങളിൽ പറയുന്ന കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അദ്ദേഹവും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഞാൻ കണ്ടിട്ടില്ല. അത് കമ്മീഷണറുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മീഷണർ അതിൻ്റെ റിപ്പോർട്ടൂടെ വെച്ചിട്ട് അദ്ദേഹം ബോർഡിന് തരണം. ബോർഡിന് തന്നു കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ച് ബോർഡ് ചർച്ച ചെയ്യും. പ്രത്യേക സാഹചര്യത്തിലാണ് ശുദ്ധിക്രിയ നടത്തുന്നതെങ്കിൽ
ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. അതേ നമ്മൾ പറഞ്ഞുള്ളൂ, അതേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞെന്താന്ന് നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ പറയാം. അതെ, മാധ്യമങ്ങളിൽ പറയുന്ന കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അദ്ദേഹവും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഞാൻ കണ്ടിട്ടില്ല. അത് കമ്മീഷണറുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മീഷണർ അതിൻ്റെ റിപ്പോർട്ടൂടെ വെച്ചിട്ട് അദ്ദേഹം ബോർഡിന് തരണം. ബോർഡിന് തന്നു കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ച് ബോർഡ് ചർച്ച ചെയ്യും. പ്രത്യേക സാഹചര്യത്തിലാണ് ശുദ്ധിക്രിയ നടത്തുന്നതെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. അതേ നമ്മൾ പറഞ്ഞുള്ളൂ, അതേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞെന്താന്ന് നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ പറയാം. അതെ, മാധ്യമങ്ങളിൽ പറയുന്ന കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽ പെട്ടു. അദ്ദേഹവും പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഞാൻ കണ്ടിട്ടില്ല. അത് കമ്മീഷണറുടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കമ്മീഷണർ അതിൻ്റെ റിപ്പോർട്ടൂടെ വെച്ചിട്ട് അദ്ദേഹം ബോർഡിന് തരണം. ബോർഡിന് തന്നു കഴിയുമ്പോൾ അതിനെ സംബന്ധിച്ച് ബോർഡ് ചർച്ച ചെയ്യും. പ്രത്യേക സാഹചര്യത്തിലാണ് ശുദ്ധിക്രിയ നടത്തുന്നതെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അനുമതിയോട് കൂടിയിട്ട് വേണം ചെയ്യാൻ. അതേ നമ്മൾ പറഞ്ഞുള്ളൂ. ശബരിമല പുനഃപരിശോധനാ ഹർജികൾ നാളെ സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും. 55 പുനഃപരിശോധനാ ഹർജികളാണ് സുപ്രീംകോടതിക്ക് മുൻപിൽ വരിക. റിട്ട് ഹർജികൾ നാളെ പരിഗണിക്കില്ല. സെപ്റ്റംബർ 28-നാണ് ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിച്ച് സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ വന്ന 55 പുനഃപരിശോധനാ ഹർജികൾ നാളെ തുറന്ന കോടതിയിൽ പരിഗണിക്കും. രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായി ജസ്റ്റിസുമാരായ RF നരിമാൻ, AM ഖാൻവിൽക്കർ, DY ചന്ദ്രചൂഡ്, ഇന്ദു മൽഹോത്ര എന്നിവർ അംഗങ്ങളായ ഭരണഘടനാ ബെഞ്ചാണ് കേസ് കേൾക്കുക. ജനുവരി 22-ന് കേസ് പരിഗണിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും ഇന്ദു മൽഹോത്ര അവധിയായതിനാൽ മാറ്റിവെക്കുകയായിരുന്നു. 4 റിട്ട് ഹർജികളും കോടതിക്ക് മുമ്പിലുണ്ട്. പക്ഷേ പുനഃപരിശോധനാ ഹർജികളിൽ തീരുമാനമായ ശേഷമേ അതിലേക്ക് കടക്കൂ. ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന വിവിധ കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതി നിയോഗിച്ച നിരീക്ഷക സമിതിക്കെതിരെയും ഹർജിയുണ്ട്. ഇവ നാളത്തെ തീരുമാനത്തിന് ശേഷമായിരിക്കും കോടതി പരിഗണിക്കുക. ശബരിമല തന്ത്രി NSS പന്തളം കൊട്ടാരം തുടങ്ങിയവരൊക്കെയാണ് പുനഃപരിശോധന ഹർജികൾ നൽകിയിരിക്കുന്നത്. ഹർജികളിലെ മെറിറ്റിലേക്ക് കടക്കുക എന്നതിനപ്പുറം പരിഗണിക്കണമോ വേണ്ടയോ എന്നതായിരിക്കും പ്രധാനമായും കോടതി പരിശോധിക്കുന്നത്. അതിനുശേഷം മാത്രമേ വിശദമായ വാദത്തിലേക്ക് കടക്കൂ. ന്യൂസ് ബ്യൂറോ, ദില്ലി. ശബരിമലയിൽ യുവതീ പ്രവേശനത്തെ തുടർന്ന് ശുദ്ധിക്രിയ നടത്തിയതിൽ തന്ത്രിയുടെ വിശദീകരണം തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ പറഞ്ഞു. ദേവസ്വം കമ്മീഷണറുടെ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം വിശദീകരണം പരിശോധിക്കുമെന്നും പത്മകുമാർ വ്യക്തമാക്കി. അതേസമയം ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡ് യോഗം ആരംഭിച്ചു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്താണ് യോഗം. വിശദാംശങ്ങൾ നൽകാൻ റിനു ചേരുകയാണ്. റിനു, ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേരുന്ന യോഗത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വിഷയങ്ങളാണെന്ന് സജീവ ചർച്ചയാവുക? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് രാവിലെ 10-11 മണിയോടുകൂടി തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റംഗങ്ങളും എത്തിക്കൊണ്ട് ദേവസ്വം ബോർഡ് യോഗം ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും ഇന്ന് ദേവസ്വം ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് സർക്കാർ സംസ്ഥാന ബജറ്റിൽ ദേവസ്വം ബോർഡിനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് നൽകിയ 720 കോടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ്. അത് എങ്ങനെ വിനിയോഗിക്കണം, ഏത് രീതിയിൽ വിനിയോഗിക്കണം, ശബരിമലയ്ക്ക് നൽകിയ 100 കോടി രൂപ ഏത് തരത്തിലായിരിക്കണം വിനിയോഗിക്കേണ്ട എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ ചർച്ചയാണ് ഉയർന്നു വരുന്നത്. രാവിലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവിടേക്ക് എത്തുമ്പോൾ തന്നെ മാധ്യമങ്ങൾ തന്ത്രിയുടെ വിശദീകരണ കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം ആരാഞ്ഞിരുന്നു. അതിൽ കൃത്യമായി തന്നെ അദ്ദേഹം മറുപടി നൽകി. ഒരു രീതിയിലുള്ള കത്തും തനിക്ക് ലഭിച്ചിട്ടില്ല. എന്നാൽ ദേവസ്വം കമ്മീഷണർക്ക് അത്തരത്തിൽ ഒരു കത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ദേവസ്വം കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. അതിനുശേഷം മാത്രമായിരിക്കും ആ കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ച ഉയർന്നു വരിക, ഒരു തീരുമാനം ഉയർന്നു വരിക എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. മറ്റൊന്ന്, തന്ത്രി അന്ന് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ശുദ്ധിക്രിയ നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഫോണിലല്ല വ്യക്തമാണ് റിനു. ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് യോഗം ആരംഭിച്ചു. വിശദാംശങ്ങൾ നൽകിയത് റിനുവാണ്. തിരികെ വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.